രണ്ട് രീതിയുണ്ട്. ഒന്ന് ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. എൻ്റെ കയ്യിൽ ഒരു സാധനം ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. അപ്പം ഈ ഇരിക്കുന്ന സാധനം നിങ്ങൾ ചിന്തിക്കണം. സോ ഹൗ ടു ഇൻഫ്ലുവൻസ്. ഇതിൻ്റെ മലയാള വേർഷൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുത്തെ ലുലു അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് 50% ഓഫ് എന്ന് പറഞ്ഞ് അവരത് ഇടുന്നതിൻ്റെ ഉദ്ദേശം ആ കടയിലിരിക്കുന്ന സാധനങ്ങളെല്ലാം പകുതി വിലയ്ക്ക് തരാൻ പോകുന്നു എന്നുള്ളതല്ല. എന്നിലും അവിടെ എന്തോ 50% ഓഫിന് കുറേ സാധനങ്ങളുടെ പേരുകൊണ്ട് ആൾക്കാർ ഇടിച്ചു കയറും. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ബിസിനസ് അവിടെ നടക്കുമെന്ന ബ്രില്യൻസ് ആണ് അവരവിടെ ഉപയോഗിക്കുന്നത്. സോ അതാണ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളുടെയൊക്കെ അവിടെ വിൻഡോ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ കൊടുത്ത് വെച്ചിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നു, ഇതിൻ്റെ അകത്ത് പോകുന്നു, നമ്മളിത് എടുത്തുകൊണ്ട് വരുന്നു. സോ നമ്മളതിനെ അട്രാക്ട് ചെയ്യിക്കാനായിട്ടുള്ള, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കളർ പാറ്റേൺ കാര്യങ്ങളെല്ലാം ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇതിനെ കലാകാരൻ അവൻ്റെ സ്ക്രിപ്റ്റും അനുസരിച്ചിട്ട് അവതരിപ്പിക്കുന്നു. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു പുതിയ ചെന്നപ്പോൾ അടിപൊളി ഒരു ഐസ്ക്രീം കണ്ടപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു, ഒരു പേരും കേട്ടിട്ടില്ലാത്ത പക്ഷെ ഭയങ്കര ഒരു ആക്ടറിനെ കൊണ്ട്, അല്ലെങ്കിൽ വളരെ റീച്ചുള്ള ഒരു ആക്ടറിനെ കൊണ്ട് ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ മാത്രം നിങ്ങളത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയുടെ ആളുടെ ബുദ്ധി, ഇത് സെല്ലാകണമെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യാം, ഇന്ന ഒരു ക്യാപ്ഷൻ കൊടുക്കണം എന്നത് അവർ പ്ലാൻ ചെയ്യും. ആളുകൾ അറിയാതെ ഒരു പിയർ പ്രഷറിനിടയിൽ ഇവരുമൊക്കെ വാങ്ങുന്നതിൻ്റെ കൂടി ഇത് വാങ്ങുന്നു. സോ ഇൻഫ്ലുവൻസിങ് ഇതിനെ ട്രിക്കുകളായി ഞങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുന്നു.